അവര് സമ്മതിക്കാതെ നമ്മൾ എവിടെയും പോകരുത്. അവർക്ക് സമ്മതമില്ല, നീ അവിടെ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. ഹജ്ജിന്റെ ചരിത്രം നമുക്കറിയില്ലേ? പോകണ്ട എന്നാണ് ഉമ്മ ഒരു സ്ഥലത്തെ കുറിച്ച് പറയണത്. പോകരുത്, മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ഒരു സ്ഥലത്തും പോകാൻ പാടില്ല. ഉമ്മ പോക്ക് നല്ലല്ലേ എന്നൊന്നും നീ അങ്ങോട്ട് മസല പറയാൻ നിൽക്കണ്ട. ഉപ്പയും ഉമ്മയും പറഞ്ഞാൽ പിന്നെ നീ പോകാൻ പാടില്ല. നമുക്ക് ഇനിയും വിശദീകരിക്കാനുള്ളത് കൊണ്ടാണ് ജസ്റ്റ് അർത്ഥം വെച്ച് ഓരോന്ന് പോകുന്നത്. ആവശ്യമുള്ളിടത്ത് കുറച്ച് വിശദീകരണം നൽകുകയും ചെയ്യും. 14 അദമു ഇസ്ആജിഹിമ ഇദാ കാനാ നാഇമീൻ. മാതാപിതാക്കൾ ഉറങ്ങുകയാണെങ്കിൽ അവരെ ശല്യപ്പെടുത്തരുത്, ഉറക്കത്തുനിന്ന് വിളിക്കരുത്. കേട്ടിട്ടില്ലേ? വെള്ളത്തിന്റെ പാത്രമായിട്ട് എൻ്റെ ഉമ്മാന്റെ അടുത്തേക്ക് പോയപ്പോൾ ഉമ്മ ഉറങ്ങിയായിരുന്നു. രാവിലെ വരെ ഞാൻ കാത്തിരുന്നു, അത് സ്വീകരിക്കുകയാണെങ്കിൽ ഈ പാറക്കെട്ട്, ഈ ഗുഹയിൽ നിന്നുള്ള ഈ കുടുക്കിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ വലിയ പാറ ഒറ്റ പോക്ക്. അത്രക്ക് കടുപ്പുണ്ടായ അമലെന്ന് അതിൻ്റെ അർത്ഥം. ഈ ദുആ കേട്ടിട്ട് പാറ ഒറ്റ പോക്ക്. പാറ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കും ഈ ബാത്തിന്റെ കടുപ്പം എന്തായിരിക്കും എൻ്റെ കടുപ്പം എന്തായിരിക്കും? ഞാൻ എൻ്റെ ഉമ്മാക്ക് കുടിക്കാനുള്ള എത്ര ഇമാമിങ്ങളുടെ ചരിത്രത്തിലുണ്ട്. രാവിലെ വരെ ഞാൻ കാത്തിരുന്നു, ആടിൻ്റെ പാല് അല്ലെങ്കിൽ ശുദ്ധവെള്ളം ഉമ്മാക്ക് വേണ്ടി കാത്തിരുന്നു. ചില ഇമാമിങ്ങളുടെ ജീവിതം പറയുന്നിടത്ത് കാണാം, അവർ ഉമ്മാക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ വെള്ളത്തിൻ്റെ പാത്രത്തിൻ്റെ തണുപ്പുകൊണ്ട് ഓരോ കൈക്ക് തണുപ്പ് കയറി. പിന്നെ കുറേ ദിവസത്തേക്ക് അവരുടെ കൈ കോച്ചിയതുപോലെ ആയിട്ടുണ്ട് അത്രേ. എന്തിന്? വെള്ളത്തിൻ്റെ പാത്രം അങ്ങനെ തന്നെ ഉമ്മാരുടെ അടുത്ത് പിടിച്ചു തന്നേന്. ചില ഇമാമിങ്ങൾ നമ്മൾ വായിച്ചിട്ടില്ലേ, ആ ഉമ്മ ദ്വാരുന്നു എൻ്റെ മോനെ വലിയ ആലിമാക്കട്ടെ, ആയിത്തീർന്നില്ലേ? ഉപ്പയും ഉമ്മയും ഉറങ്ങുകയാണെങ്കിൽ പിന്നെ ഒരു വാതിൽ മുട്ടാനോ കോളിംഗ് ബെല്ലടിക്കാനോ ഒച്ചപ്പാടാക്കാൻ അത് നമ്മളെ ചെറിയ കുട്ടികളോടും പറഞ്ഞു കൊടുക്കണം. മോനെ കളിയല്ല അപ്പുറത്തുനിന്ന് എന്തേ ഇവിടെ ഉപ്പയും ഉമ്മയും ഉറങ്ങുന്നുണ്ട്, വാതിൽ പാപ്പയും മാമ ഉറങ്ങാം. കാരണം ഈ നമ്മളെ മക്കൾ നന്നാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഇതെന്താ വെള്ളം കോരാനാ? ബക്കറ്റ് വരുന്നുണ്ട്. നിങ്ങളെല്ലാം നല്ല സംഭാവന കൊടുക്കണം. സദക്ക ചെയ്യുന്നത് സ്വർഗം കിട്ടാനുള്ള വഴിയാണ്. അൽ ജന്നത്തു ദാറുൽ അസ്ഖിയാ എന്നല്ലേ? സദക്ക ചെയ്യുന്നവരുടെ വീടാണ് സ്വർഗം. അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാവട്ടെ. അപ്പൊ അവരുടെ ഉറക്കം ശല്യപ്പെടുത്തരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. 15 അദമു തഫ്ളീലു സൗജത്തി വൽ വലദി അലൈഹിമാ. ഉപ്പാക്കും ഉമ്മാക്കുമുള്ള പ്രാധാന്യം ഏറ്റവും പ്രധാനമാണ്. ഭാര്യക്കും മക്കൾക്കും ഉപ്പാനേക്കാൾ ഉമ്മാനേക്കാൾ പ്രാധാന്യം കൊടുക്കരുത്. അദമു തഫ്ളീലു സൗജത്തി വൽ വലദി അലൈഹിമാ. ഉപ്പാക്കും ഉമ്മാക്കുള്ള പ്രാധാന്യത്തെക്കാൾ ഭാര്യക്കും മക്കൾക്കും കൊടുക്കരുത്. ഉമ്മ ഞാൻ ഓളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയച്ചിട്ടുണ്ട്, ഓളൊരു 2000 തരുവേ, തന്നിട്ടില്ലെങ്കിൽ ചോദിക്കണ്ട, ഞാൻ അവളോട് പറയാമെന്ന്. ഏതാ ഡയലോഗ്? നോബൽ സമ്മാനം കിട്ടും കേട്ടോ. ഭയങ്കര ഡയലോഗായിപ്പോയി. നാണം വേണ്ട, നാണം. ഒളിപ്പ് എന്നാണ് അതിൻ്റെ ശരിക്കും പറയേണ്ടത്. പിന്നെ ഞാനത് പറയാത്തതാ. ഉമ്മാനോട് പറയേ ഓളൊരു 2000 തരും, അത് ഉമ്മ എടുത്തോ. നീ ഉമ്മാക്ക് കൊടുക്കുന്നതൊക്കെ എന്തിനാ ഓളെ അറിയിക്കേണ്ട ആവശ്യം? ഒരു പെണ്ണെന്ന നിലക്ക് ഓളെ നീ മിന്നാന്നല്ലേ കണ്ടത്? നീ ജനിച്ച ഉടനെ ആദ്യം കണ്ടത് ആരെയാ മോനെ? ഉമ്മാനല്ലേ. ഉമ്മാനിപ്പോൾ പിടിക്കണില്ലല്ലേ നിനക്ക്? അങ്ങനെ സംഭവിക്കും. മാതാപിതാക്കളെക്കാൾ നമുക്ക് ഭാര്യക്ക് മക്കൾക്ക് പ്രാധാന്യം ഉണ്ടാവരുത്. അതിൻ്റെ അർത്ഥം ഭാര്യക്ക് സ്നേഹം കൊടുക്കരുത് എന്നൊന്നല്ല, അങ്ങനെ വിചാരിക്കണ്ട. ഭാര്യക്കുള്ള സ്നേഹം ഒന്ന് വേറെയാണ്, ഉമ്മാക്കുള്ള സ്നേഹവും പരിഗണനയും വേറെയാണ്. ബീച്ചിലേക്ക് പോകുമ്പോൾ കൂട്ടേണ്ടത് ഭാര്യനെയാണ്. കാരണം ബീച്ചിൽ ഓളെ
മടിയിൽ തലയെല്ലാം വെച്ച് ഒരു ഐസ്ക്രീം എല്ലാം തൊണ്ടിട്ട് അത് ഉമ്മാനെ കൂട്ടിയിട്ട് എന്താ കാര്യം? ഉമ്മാരെ മടിയിൽ 2 കൊല്ലം ഫുള്ള് കിടന്നില്ലേ? ഉറപ്പല്ലേ? ഭാര്യക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന വേറെയാണ്, ഉമ്മാക്ക് കൊടുക്കേണ്ട പരിഗണന വേറെയാണ്. ഫത്താവ നബവിയിൽ ഉണ്ട് ഇതിന്റെ വിശദീകരണം. ശരിയാണ്. ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വയിലും സമാനമായ ആശയം കാണാം. അതിനർത്ഥം ഭാര്യനെ പരിഗണിക്കണ്ടെന്നല്ല, ഭാര്യനെ നന്നായി സ്നേഹിക്കണം. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് ഒരു മിസ്സിങ് ഫീൽ ചെയ്യണ്ട, ഒരു ഐസൊലേഷൻ തോന്നണ്ട, ഒരു ഒറ്റപ്പെടലാവണ്ട എന്ന് കരുതിയിട്ട് അൻസ്വാരികളിലെ ചെറിയ പെൺകുട്ടികളോട് പറഞ്ഞില്ലേ, ആയിഷ ബീവി വീട്ടിലുണ്ട്, നിങ്ങളെല്ലാവരും പോയിട്ട് ഒന്ന് സന്തോഷിപ്പിച്ച് കളിച്ചാളി. കണ്ട ഭാര്യനെ പരിഗണിക്കുന്നുണ്ട്. നിങ്ങൾ ഓട്ടം മത്സരം നടത്തിയിട്ടില്ലേ? ഭാര്യയോടൊന്നിച്ച് കളി തമാശകളിൽ ഏർപ്പെടൽ ഭർത്താവിന് സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. ശരിയാണ്. അപ്പോഴും ഉമ്മാക്ക് കൊടുക്കേണ്ട പരിഗണനയിൽ ഒരു കുറവും ഭാര്യ കാരണക്കാരിയാവരുത്. ഭാര്യമാരും അത് ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ എന്നെ മുത്തേ ചക്കരെ തക്കളി വിളിക്കണ്ടല്ലോ, ശരിയാണ്, അയാൾ നല്ല തന്നെ. നിങ്ങൾ ഉമ്മാനൊന്നും തീരെ പരിഗണിക്കാത്ത പോലെ. എനിക്കിഷ്ടം നിങ്ങളെ ഉമ്മ. കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങളാദ്യം ഉണ്ടാവണ്ടേ. നിങ്ങളെ പ്രസവിച്ചത് ഉമ്മയല്ലേ. ഭാര്യ നല്ല സമർത്ഥയായ പെണ്ണാവണം. എല്ലാ ഉമ്മാക്കും പങ്ങന്മാർക്ക് തന്നെ കൊടുക്ക്. ഞാൻ ഒന്നും പറയുന്നില്ല, അങ്ങനെയല്ല പറയേണ്ടത്. ഭർത്താവിനെ കൂടി സ്വർഗം വാങ്ങാൻ ഭാര്യ സഹായിക്കല്ലേ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് കേട്ടിട്ടില്ലേ, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിന് അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ എന്ന്. ആരാ ദ്വാരക്കുന്ന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളാ ദ്വാരക്കണത്. ആർക്ക്? ഒരു പെണ്ണിന്. എന്താ പെണ്ണിന്റെ പ്രത്യേകത? തഹജ്ജുദിന് ഉണർന്നിട്ട് ഭർത്താവിനെ തഹജ്ജുദിനെ എഴുന്നേൽപ്പിക്കുന്നു. അതിന്റെ അർത്ഥം തന്നെ എന്താ? ഭർത്താവിനെ ഇബാദത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന പെണ്ണാവേണ്ടത്, ഉമ്മയായിട്ട് തെറ്റിക്കല്ല വേണ്ടത്. ഉമ്മയും പെങ്ങളും നിങ്ങൾ എന്തോ ശത്രുക്കളാണ്, നിങ്ങൾ ഇങ്ങനെ ചെലവാക്കി ഗൾഫിൽ നിന്ന് സമ്പാദിച്ച മൊത്തം അട കൊടുത്താൽ നമ്മളെ പോരെ എപ്പാ കയറ്റല് എന്ന് ചോദിച്ചിട്ട് തെറ്റിക്കരുത്. ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്തിട്ടൊക്കെ മതി, അതൊക്കെ ആവശ്യമാകുന്ന സമയത്ത് അള്ള തരും. ഇങ്ങനെ ഭാര്യ കട്ട സപ്പോർട്ടൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭാര്യ ഏറ്റവും കറക്റ്റായിട്ടൊരു ഭർത്താവിന് സപ്പോർട്ടായിട്ട് നിന്നാൽ ആ ഭർത്താവ് റെഡിയാവും, ഉറപ്പ് റെഡിയാവും. ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഭാര്യയോട്, നീ ശരിയുണ്ടെങ്കിൽ ബൽഖ് നാട്ടുകാർ മൊത്തം എൻ്റെ എതിരായാലും എനിക്കൊരു പ്രോബ്ലം ഇല്ല. നീ ശരിയില്ലേ, നാട്ടിൽ മൊത്തം എനിക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിട്ടും ഒരു കാര്യവും. അതെ, അതങ്ങനെയാണ്. ഒരു കവിത ഉണ്ടല്ലോ ഇംഗ്ലീഷിൽ, ആ കവിതന്റെ ഒരു ആശയം കോമ്പസ് പോലെയാണെന്ന്. കോമ്പസ് കറക്റ്റ് ഭാര്യ നിൽക്കേണ്ടടുത്ത് ആ സൂചി നിൽക്കേണ്ട പോലെ നിന്നാലേ ഈ കോമ്പസ് കൊണ്ട് വരക്കുന്ന വര റെഡിയാവുള്ളൂ, ഇല്ലെങ്കിൽ തെറ്റും. കറക്റ്റാണ്. PGക്ക് പഠിക്കാനുണ്ടായ ഒരു കവിതയിൽ ഒരു ആശയം ജസ്റ്റ് പറഞ്ഞു നോക്കാം. ഇപ്പൊ പറഞ്ഞു വന്നതേ, ഭാര്യ ഒരിക്കലും ഉമ്മാനോടുള്ള സ്നേഹം കുറയാൻ കാരണക്കാരിയാവരുത്. ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ കൊടുക്കുന്ന പരിഗണന ഏറ്റവും മുന്തിയ പരിഗണനയാവണം. നിനക്കിഷ്ടമില്ലാത്ത എന്തോ ഒന്ന് ഉപ്പിയും ഉമ്മയും ചെയ്തതിൻ്റെ പേരിൽ നീ അവരെ ആക്ഷേപിക്കരുത്. അത് വലിയ പ്രശ്നമായി തീരും. ആരാ എൻ്റെ ഫോൺ എടുത്ത്, ആരാ എൻ്റെ ചാർജർ ഊരിയത്, ഇങ്ങനത്തെ എല്ലാ ചെറിയ കാര്യത്തിനൊക്കെ ഉമ്മാനോട് ചൂടാകുക എന്നെല്ലാം പറഞ്ഞ് എല്ലാം പോലെ നീ എന്തിനാ കൊള്ളലപ്പോ? എന്നെ ആരും കൺട്രോൾ ചെയ്യണ്ട എന്നുള്ള നിലപാടിന്ന് അങ്ങനെ വരുന്നത്. ഞാൻ വലുതായില്ലേ, ഞാൻ കല്യാണം കഴിച്ചില്ല. നീ കല്യാണം കഴിച്ചാൽ നീ ആരാ മോനെ? ഉമ്മാരെ. കല്യാണത്തിന് മുമ്പോ ഉമ്മാരെന്നെ, ഇപ്പൊ ഉമ്മാൻ്റെ തന്നെ. ഉമ്മാക്ക് എന്താ എന്നെ പരിഗണിക്കാൻ പറയാനുള്ള അധികാരമില്ലേ? അത് കൊടുക്കണം, എപ്പോ കൊടുക്കണം, എപ്പോഴും കൊടുക്കണം. ഇങ്ങനെ കണ്ടിട്ടില്ലേ, നമ്മുടെ നാട്ടിൽ ഒരു മരമുണ്ട്. ആ മരം മുഅ്മിനെ പോലെയാണ്. മുഅ്മിന്റെ വാക്കും മുഅ്മിന്റെ കർമ്മവും എല്ലാം ഉപകാരമുള്ളതായിരിക്കും. ആ മരത്തിന്റെ ഓരോ ഭാഗവും ഉപകാരമുണ്ട്. ഏതാണ് ആ മരം എന്നൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ തലങ്ങും വിലങ്ങും ആലോചിച്ചു.
അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ആലോചിച്ചു, ഇപ്പോൾ അടുത്തന്നെയുള്ള മരമാണ്, ദൂരം ഒന്ന് ചിന്തിക്കേണ്ട, ഈന്തപ്പന മരത്തിനെ കുറിച്ചാണെന്ന് അറിഞ്ഞ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മിണ്ടിയിട്ടില്ല. വീട്ടിലെത്തിയപ്പോൾ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ്, എനിക്ക് ഉത്തരം അറിയായിരുന്നു, ഞാൻ പിന്നെ അനങ്ങാണ്ടുന്നതാണ്. എന്താ മോനെ എനിക്ക് പറഞ്ഞെങ്കിൽ നല്ലല്ലേ, നീ നല്ല മാർക്ക് വാങ്ങുമ്പോൾ ഉപ്പാക്ക് ഒരു അഭിമാനമല്ലേ എന്നാണ് ഉമർ റളിയല്ലാഹു പറയുന്ന നിലപാട്. അതിന് മോൻ്റെ വർത്താനം എന്താ പറയാ, ഉപ്പിയും സിദ്ദീഖങ്ങളെല്ലാടുണ്ടാവുമ്പോൾ ഞാനെങ്ങനെ പറയാം, ഉപ്പിയും സിദ്ദീഖങ്ങളെല്ലാടുണ്ടാവുമ്പോൾ നമ്മ വലിയ ആളാവലൊരു മോശമല്ലേ, അതവ് കണ്ട ഉപ്പുണ്ടാവും എങ്ങനെ ഞാനത് പറയാം. അതങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ഉപ്പിയും കൂടിയിട്ട് ഷോപ്പിൽ പർച്ചേസിന് പോയാൽ നേരത്തെ തന്നെ ഉപ്പാരെ കയ്യിൽ ക്യാഷ് കൊടുക്കണം, ഡീൽ ചെയ്യാൻ. വണ്ടിയിൽ പൈസ കൊടുത്തോ, ബോറാക്കലടോ. ഒരു സ്ഥല കച്ചവടമല്ല ആകുമ്പോൾ ഉപ്പാൻ്റെ കയ്യിൽ നേരത്തെ തന്നെ ക്യാഷ് കൊടുക്കാം. ഉപ്പ മൊത്തത്തിൽ ഉപ്പ തുടങ്ങി. നമ്മൊരു പൈസ ഇല്ലാത്ത ആളും ഉപ്പ ടോപ്പറും. എന്തൊരു സന്തോഷം ഉണ്ടാവും ഉപ്പാക്ക്. മക്കളെല്ലാം ഷോപ്പ് ഉദ്ഘാടനത്തിന് വലിയ വലിയ ഖാദി കുലാത്തിനെല്ലാം വിളിക്കുമ്പോൾ ഉപ്പാനി ഒന്ന് വിളിക്കണം കേട്ടോ പാവത്തിന്. എൻ്റെ നാട്ടിലൊരു ചെറുപ്പക്കാരനുണ്ട്, അവന് 4-5 ഷോപ്പുണ്ട്. അള്ളാഹു എനിക്ക് ബർക്കത്ത് ചെയ്യട്ടെ, നല്ല മോനാണ്. അവൻ്റെ ഒരു പ്രത്യേകത, അവൻ ഏത് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ വയസ്സായി ഉപ്പാനും ഉമ്മാനും സുബീക്ക് തന്നെ കൊണ്ടുവരും. ഉപ്പ ചാവി തിരിക്കും, ഉമ്മിയും കൈ പിടിക്കും, ഷട്ടർ തുറക്കും, അവർ ബാക്കിയും ചെയ്യും. ഉദ്ഘാടനമൊക്കെ 9 മണിക്ക് നോട്ടീസിൽ പോസ്റ്ററിൽ അത് വേറെ വരും, ഒറിജിനൽ ഉദ്ഘാടനം ഉപ്പയും ഉമ്മയും. അത് മതിയില്ലേ, പോരെ. അത് നല്ല മക്കൾ ഈ ഇൻസ്റ്റാ കാലത്ത് ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇഷ്ടം പോലെ ഉണ്ട്. ചില ചെറുപ്പക്കാരൊക്കെ ഉപ്പാനും ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്ന, അല്ലെങ്കിൽ വേറെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൈപിടിച്ച് നടക്കുന്നതെല്ലാം കാണുമ്പോൾ എന്താണ് ആ മക്കളെ കൈപിടിച്ച് മുത്താൻ തോന്നിപ്പോ. മുടിയൊക്കെ ഒരുമാതിരി കോലക്കടക്ക് ഉണ്ടെങ്കിലും അവൻ്റെ ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞ ജീവനായിരിക്കും. എത്ര മെല്ലയാന്നറിയാം, ട്രെയിനിലെല്ലാം ഇറക്കുന്നതാണ് ചിലപ്പോൾ, പല യാത്രകളിലും കാണാം. എല്ലാം വീൽ ചെയറിൽ ഇരുത്തുന്നെല്ലാം കാണാം. ചേക്കന്മാർ പൊളിയാ. അവരെന്തെങ്കിലും നമുക്കിഷ്ടമല്ലാത്ത ചെയ്തു പോയാൽ നമ്മൾ ചൂടാവരുത്, ആക്ഷേപിക്കരുത്, അത് നമുക്ക് അപകടം ഉണ്ടാകും. 17 അദമുല്ലഹ്കി ബിഹളറതിഹിമാ ഇദാ ലം യകുൻ സമ്മ മൂജിബൻ ലില്ലഹ്കി. ചിരിക്കാൻ വല്ല പ്രത്യേകിച്ച് കുറേ തമാശകളൊന്നും അവിടെ നടന്നിട്ടില്ലെങ്കിൽ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മുമ്പിൽ ഇങ്ങനെ ചിരിക്കരുത്, പൊട്ടിച്ചിരിക്കരുത്. അതൊരു അദബ് പരിപാടിയാണ്. ഇങ്ങാണ്ടൊക്കെ പരമാവധി സൈലന്റിലാവുക. 18 അദമു തനാവുലു തആമി മിമ്മാ യലീഹിമാ. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തുള്ള ഫുഡ് നമ്മൾ തിന്നരുത്, അത് ഉപ്പയും ഉമ്മയും തിന്നേണ്ടതാണ്. അതാണ് മഹാന്മാർ കാത്തിരിക്കണത്. ബുഖാരി ഇമാമിൻ്റെ ഉസ്താദിൻ്റെ ചരിത്രത്തിലുണ്ട് ഇതേപോലത്തെ ഒരു ചരിത്രം. ഉസ്താദ് എന്താ ഭക്ഷണം കഴിക്കാൻ ഉമ്മാൻ്റെ കൂടെ ഇരിക്കാത്തത്? ഉമ്മ കഴിച്ച് കഴിഞ്ഞിട്ട് ഇരുന്നാൽ മതിയല്ലോ, ഉമ്മ തിന്നണം എന്ന് വിചാരിച്ചത് ഞാൻ തിന്നു പോയാലോ എന്ന് പേടിച്ചിട്ടാണ്. നമ്മൾ തിന്നതിൻ്റെ ബാക്കിയാണല്ലോ പൊതുവിൽ ഉമ്മ തിന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ലോകം നമ്മൾ കൂടുതൽ പഠിച്ചു നോക്കി. ഈ പ്രസംഗത്തിന് ശേഷം നിങ്ങൾ ഈ വിഷയം ഒന്ന് ഡീപ്പായിട്ട് പഠിച്ചു നോക്കി, നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞല്ലോ, നിന്റെ റൂമിൽ ഉമ്മ ഉണ്ടായിരിക്കെ നിന്റെ വസ്ത്രം കുടയരുത്. അതെന്തെ? നിന്റെ വസ്ത്രം കുടഞ്ഞാൽ അതിലുള്ള പൊടിപടലങ്ങൾ പാറിപ്പോയി ഉമ്മ ധരിച്ച മാക്സിക്ക് പറ്റിപ്പിടിച്ചാലോ. അത്രയും മൈന്യൂട്ടായ കാര്യം വരെ നീ ശ്രദ്ധിക്കണം മോനേന്നാണ് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത് എന്ന് പറഞ്ഞൂടെ എന്തെങ്കിലും വാങ്ങണാന്ന്. ഇനിയിപ്പോൾ ആദ്യം വെയിലത്ത് പോകാനാ. എൻ്റെ മോനെ, ഒന്ന് വണ്ടി എടുത്തിട്ട് 4 മിനിറ്റ് പോകുന്നതിനെ കുറിച്ച് നീ എന്താ ഡയലോഗ് അടിച്ച്, എന്താ ഡയലോഗ് അടിച്ച്? ഇന്നാലില്ല ചില ആളെല്ലാം ഉണ്ട് ഭാര്യൻ്റെ മുമ്പിൽ നിന്നല്ലോ ഉമ്മാനെ ചവിട്ടി മെതിക്കും. എൻ്റെ പൊന്നു മോനെ, നമുക്കുണ്ടാവും ഈ വയല് കേൾക്കുന്ന ഓഫ്ലൈനായാലും ഓൺലൈനായാലും നമുക്കതുണ്ടാവരുത്. നമ്മളെ ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞാൽ ജീവനായിരിക്കും. ഞാൻ എൻ്റെ പ്രഭാഷണം ചുരുക്കുകയാണ്. അദമു മദ്ദിൽ യദി ഇലത്വാമി ഖബലഹുമാ. ഉപ്പിയും ഉമ്മയും നമ്മളെല്ലാം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആദ്യം ഭക്ഷണം കഴിക്കാൻ തുടങ്ങേണ്ടത് അവരായിരിക്കണം. നമുക്ക് എത്ര വിശപ്പുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, അവർ ഉദ്ഘാടനം ചെയ്യട്ടെ. വേഗം കോരിയിട്ട് നമ്മൾ
തിന്നരുത്. അവര് ഭക്ഷണം കഴിക്കാൻ തുടങ്ങട്ടെ. അതൊരു അദബാണ്. അത് വലിയോരോട് കാണിക്കേണ്ട ടോട്ടൽ അദബാണ്. മിൻ അദബിൽ ഇസ്ലാം എന്നിട്ടൊരു കിതാബിനുണ്ട് ഈ വിഷയമൊക്കെ പറയാൻ. രണ്ടാൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്തോ ഒരു തർക്കമാണ് വിഷയം. ചെറിയ ആള് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കബ്ബിർ കബ്ബിർ, വലിയ ആള് പറയട്ടെ, വലിയ ആള് പറയട്ടെ എന്ന് പറഞ്ഞാല് ചിലപ്പോൾ അനുജന് ഡിഗ്രി കഴിഞ്ഞിട്ട് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കംപ്ലീറ്റ് ആക്കിയത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും വാക്ക് ചാതുര്യമൊക്കെ ഉണ്ടാവും. അതെല്ലാം സർട്ടിഫിക്കറ്റിൽ അവിടെ വെച്ചോളി, ഇക്കാക്ക പറയുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ആ മതി, അതൊക്കെ തന്നെ. കബീർ കബീർ, വലിയ ആള് മിണ്ടട്ടെ, മോന് മിണ്ടല്ല കേട്ടോ, വലിയ ആള് മിണ്ടട്ടെ. ഇസ്ലാം അതാണ്, വലിയവരെ പരിഗണിക്കണം, വലിയവരെ പരിഗണിക്കണം. ഭക്ഷണം കഴിക്കാനിരുന്നാല് ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പ് കൈ നീട്ടരുത് എന്ന് ചുരുക്കം. 19 ഇത് പറഞ്ഞത്. ഇപ്പോ 20ാമത്തത് അദമുന്നൗമി വൽ ഇൽത്തിജാഇ വഹുമാ ജാലിസാനി ഇല്ലാ ഇദാ അദിനാ ബിദാലിക്. ഉപ്പിയമ്മയാടി ഇരിക്കുമ്പോ നീ പോയിട്ട് അവിടെ കിടക്കരുത്. ഒരു സമ്മതിച്ചാലോ, മോനെ പനിയല്ലേ കിടന്നോളി, അങ്ങനെ സമ്മതിച്ചാലോ ഒഴികെ. അങ്ങനെയുണ്ട് ചില ആൾക്കാർ ഉപ്പിയമ്മയെല്ലാം ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഇവൻ പോയിട്ട് ബെഡ് മേലെ നീണ്ട് കിടക്കുന്നതാണ്. ഭയങ്കര ക്ഷീണവും. എന്തെന്നാടിത്? അതൊന്നും പാടില്ല, ഒരദബ് വേണ്ടേ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊന്നും പിന്നെ കൂടുതൽ വിശദീകരിക്കാതെ തന്നെ മനസ്സിലാവുന്നതാണ്. 21 അദമു മദ്ദുർ റിജ്ലൈനി അമാമഹുമാ, ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ കാല് നീട്ടിയിരിക്കരുത്. കാല് നീട്ടിയിട്ട് എന്തായാലും നിൽക്കാൻ കഴിയില്ലല്ലോ, അവൻ വീഴുമല്ലോ. കാല് നീട്ടിയിരിക്കരുത്, ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ കാല് നീട്ടിയിരിക്കരുത്. ഉപ്പ പള്ളിയിൽ നിന്ന് വരുമ്പം തന്നെ മോനെ എണീറ്റിക്കണം. വലൈക്കും സ്സലാം, നീ എപ്പോൾ വന്നടാ? ഞാൻ ഇപ്പോൾ എത്തിച്ചേ ഉള്ളൂ. ഇനി ഉപ്പ എപ്പോഴാണോ അവിടെ നിന്ന് പോകുന്നത് എന്നിട്ട് ഇരുന്നാൽ മതി. ഉപ്പ എപ്പോഴാണ് അവിടെ നിന്ന് ഉണ്ടാവുന്ന സന്ദർഭത്തിൽ ഇരിക്കാൻ പെർമിഷൻ തരുന്നത് എന്നേരം ഇരിക്കുക. അതുവരെ മനസ്സിലാവും. എന്നിട്ട് ഭാര്യ കണ്ട് പഠിക്കണം. ഇതെന്ത് നിങ്ങൾ ഉമ്മാന്റെ മുമ്പിൽ എന്തൊരു പൂച്ചക്കുഞ്ഞ്, എന്നോടല്ലേ ഏതാ സ്ട്രോങ്. ഉമ്മാരും ഉപ്പാരും മുമ്പിൽ പാവായ. 22 അദമുദ്ദുഖൂലി ഖബ്ലഹുമാ അവിൽ മശി അമാമഹുമാ. ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉപ്പ കയറ്, പള്ളി ഉപ്പ കയറ്, ഉപ്പ കയറ്, വണ്ടി ഉപ്പ കയറ്. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മുമ്പിൽ നടക്കാൻ പാടില്ല. ഓരോ വേക്കിലാണ് നമ്മൾ നടക്കേണ്ടത്, വേക്കിലാണ്. 23 തൽബിയത്തു നിദാഇഹിമാ ബിസുർഅത്തിൻ ഫീ ഹാലി നിദാഇഹിമാ. ഉപ്പിയുമ്മി വിളിച്ചാൽ വേഗം അവരെ സന്തോഷിപ്പിക്കുന്ന ഉത്തരം കൊടുക്കണം. അബ്ദുറഹ്മാൻ ലബ്ബൈക്. ഇപ്പൊ ഞാനുണ്ട്. അത് നേരത്തെ ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഇപ്പൊ എന്താ വിളിച്ചേ? വേഗം ഓടിപ്പോണം, വേഗം, വളരെ വേഗതയിൽ കൈകാര്യം ചെയ്യും, വളരെ വേഗം. ഞാൻ വരേട്ടാ, ഭക്ഷണം കഴിച്ചോ. നോ. ഇപ്പോഴത്തെ പുതിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ മോളെ ഫൗസി ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അതൊന്നും ശരിയല്ല, വേ പോണം. 24 ഇക്റാമു അസ്ഹാബിഹിമാ ഫീ ഹയാതിഹിമാ വബഅദ മൗതിഹിമാ. ഉപ്പാന്റെ ഉമ്മാന്റെ സുഹൃത്തുക്കളെ ഉപ്പിയുമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്തും അവരുടെ വഫാത്തിന് ശേഷവും മരണശേഷവും നന്നായിട്ട് പരിഗണിക്കണം. ഉപ്പിയുമ്മയും മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു സ്നേഹം അവരോട് കാണിക്കേണ്ടത് അവരുടെ സുഹൃത്തുക്കളെ പരിഗണിച്ചിട്ടാണ്, അവരുടെ കുടുംബക്കാരെ പരിഗണിച്ചിട്ടാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രായമുള്ള ഒരാളെ കണ്ടു. വണ്ടി നിർത്തിയിട്ട് തൻ്റെ തലപ്പാവ് ഊരിയിട്ട് ആ പ്രായമുള്ള ആൾക്ക് കൊടുത്തു. ഈ വാഹനവും നിങ്ങൾ ഉപയോഗിച്ചോളി എന്നിട്ട് കൊടുത്തു. ശിഷ്യന്മാർ മഹാനോട് ചോദിച്ചു, അവരെ പ്രത്യേകം പരിഗണിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ട്? അവര് എൻ്റെ ഉപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ സുഹൃത്താണ്. ഉപ്പാന്റെ സുഹൃത്തുക്കളെ പരിഗണിക്കൽ ഉപ്പാനെ പരിഗണിക്കലിന്റെ ഭാഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് കാരണം.
ഉപ്പ പണ്ടേ അഥവാ ജീവിക്കുന്ന കാലത്തെ ഇന്നാലിന്ന ഉസ്താദിനെ വിളിച്ചിട്ട് നന്നായിട്ട് സൽക്കരിക്കാറുണ്ട്. അത് നമ്മളും ചെയ്യണം. വീട്ടിൻ്റെ വാതിൽക്കൽ ആര് വന്നാലും ഉമ്മ പൊതുവിൽ റമദാനിലും മറ്റൊക്കെ 10 രൂപയാണ് കൊടുക്കല്. പക്ഷെ ഇന്നാലിന്ന് ആ പെണ്ണുങ്ങൾ വന്നാലും ഉമ്മ നമ്മളോടൊക്കെ വാങ്ങിയിട്ട് അന്ന് തന്നെ 200 100 കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഉമ്മ അല്ലാഹ് മോനെ ഉമ്മ മരിച്ചോയില്ലേ, എന്നിട്ട് അന്ന് വന്നാൽ പിന്നെ 500 1000 കൊടുക്കണം. കാരണം അത് ഉമ്മാൻ്റെ പെണ്ണുങ്ങളാണ്, ഉമ്മാൻ്റെ ആളാണ്. അപ്പോൾ ഖബറിന്ന് ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അത് ഉമ്മാരാണ്. ഉമ്മാൻ്റെ ഏട്ടത്തി അനിയത്തിമാരെ പരിഗണിക്കണം, അത് ഉമ്മാക്ക് ഇഷ്ടം. അല്ല ഉമ്മ, ഞാൻ സത്യം ചോദിക്കും, ഞാൻ ഒന്ന് വിചാരിക്കരുത് ഇതെന്തിനെല്ലാം മൂത്തമ്മ നമ്മളെ വിഷയത്തിൽ ഇടപെടുന്നു. അങ്ങനെ അയ്യോ, അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി, ഉമ്മാൻ്റെ സ്ഥാനത്താണ് ഉമ്മാൻ്റെ ഏട്ടത്തി അനിയത്തിമാർ. ഉപ്പാൻ്റെ സ്ഥാനത്താണ് ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ അനുജന്മാർ, അവരെ പരിഗണിക്കണം. മൂത്താപ്പ ഇളയപ്പ, ഇളയമ്മ മൂത്തമ്മ, അവരെ പരിഗണിക്കണം. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അത് വിശദീകരിക്കുന്നുണ്ട്. കൂടുതൽ വിശദീകരിക്കേണ്ടതാണ്, സമയമായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 25 അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അദമു മുസാഹബത്തി ഇൻസാനിൻ ഗൈരി ബാരിൻ ബിവാലിദൈഹി, ഉപ്പാനും ഉമ്മാനും പരിഗണിക്കാത്ത ഒരു സുഹൃത്ത് നമുക്ക് ഉണ്ടാവരുത്. നിനക്ക് എത്ര ഫ്രണ്ട്സ് ഇൻസ്റ്റയിൽ പരിചയപ്പെട്ടിയതും അല്ലെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റിൽ വന്നതും എത്ര ഫ്രണ്ട്സ് മോനെ നിനക്കുണ്ടായാലും ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തില്ലാത്ത കൂട്ടുകാർ നിനക്കുണ്ടാവരുത്. അത് നിനക്കുള്ളൊരു വസീയത്താണ്. നീ തോറ്റുപോകട്ടോ ഓനപ്പുരം കൂടിയാൽ. സുയാനത്തുൻ അൻ ഖുറന ഇസ്സു, മോശം കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടിയാൽ പിന്നെ നന്നാവില്ല. ഗസാലി ഇമാം ഇഹിയയിൽ പ്രഖ്യാപിച്ചത്. ഉപ്പാനെ വെറുപ്പിച്ചിട്ടുള്ള ഒരുത്തൻ്റെ കൂടെ നീ എന്ത് സിയാറത്തിനാ പോകുന്നത്? ഉപ്പ ഈ ടിക്കറ്റ് ക്യാൻസലാക്കിയിട്ട് ഞാൻ ക്യാൻസലാക്കിയിട്ടൊന്നുമില്ല, അങ്ങനെയല്ല വീമ്പളക്കുന്ന ഡയലോഗ് കളക്കുന്ന വർത്താനമൊക്കെ നിൻ്റെ ഫ്രണ്ടിനുണ്ടെങ്കിൽ ഓൻ ഇനി നിൻ്റെ ഫ്രണ്ടല്ല. ഓനെ തിരുത്തി കൊടുത്തിട്ട് ഓൻ തിരുത്തണില്ലെങ്കിൽ ഇനി ഓന് സുഹൃത്തായിട്ട് നീ വെക്കണ്ട. നിൻ്റെ സുഹൃത്തുക്കൾ മുഴുവനും ഉപ്പാനും ഉമ്മാനും പരിഗണിക്കുന്നവരാവണം. മാതാപിതാക്കൾക്ക് നിരന്തരം ദ്വാരക്കണം, അവർക്ക് ദ്വാരക്കുന്നുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് അവരുടെ മരണശേഷം. ഒറ്റൊരു കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. മാതാപിതാക്കൾ അവരിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. ഒരാളുണ്ട്, ഒരാളില്ല. ഉമ്മ മരിച്ചുപോയി, ഉപ്പ ഉണ്ട്. ഉപ്പ മരിച്ചുപോയി, ഉമ്മ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. എന്താണെന്നറിയോ? ജീവിച്ചിരിക്കുന്നത് ആരാണോ, ഉമ്മയാണ് മരിച്ചുപോയത്, അപ്പോൾ ഉപ്പ ഉണ്ട്. അല്ലെങ്കിൽ ഉപ്പയാണ് മരിച്ചുപോയത്, ഉമ്മ ഉണ്ട്. ജീവിച്ചിരിക്കുന്നത് ആരാണോ അവരെ കൂടുതൽ തൃപ്തിപ്പെടുത്തുക. എങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കും സന്തോഷം ഉണ്ടാവും, മരിച്ചുപോയ ആൾക്കും സന്തോഷമുണ്ടാകുമെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ഈലാഹു വൽ ബയാൻ എന്ന കിതാബിൽ ഉണ്ട്.